കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അടക്കം ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം. സൗജന്യ യാത്ര ജൂൺ 15 മുതൽ നിലവിൽ വരും. വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ തീരുമാനിച്ച മന്ത്രിസഭാ യോഗം ആശമാരുടെ ഓണറേറിയം ആദ്യഘട്ടമായി 3000 രൂപയും വർദ്ധിപ്പിച്ചു. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർക്കെതിരെ പുനരന്വേഷണം നടത്താനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. വിശദമായൊരു റിപ്പോർട്ടിലേക്ക്. UDF സർക്കാരിന് ഉജ്ജ്വല വിജയം സമ്മാനിച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിൽ 2 എണ്ണം നടപ്പാക്കിയാണ് വി.ഡി. സതീശൻ സർക്കാർ തുടക്കം ഗംഭീരമാക്കിയത്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ വാക്കുപാലിച്ച സർക്കാർ അടുത്ത മാസം 15 മുതൽ കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഏതൊക്കെ സർവീസുകളിലാണ് ഇളവ് ലഭിക്കുക തുടങ്ങിയ വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് UDF 5 ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിലെ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഒന്ന്, KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധം ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പാണ് നടപ്പാക്കുന്ന 2ാമത്തെ ഗ്യാരണ്ടി. രാജ്യത്ത് ആദ്യമാണ് വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു, എൻ്റെ അറിവിൽ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ വകുപ്പ് രൂപീകരിക്കുന്നത്. ഞങ്ങൾ ആ വകുപ്പ് രൂപീകരിച്ചതിന് ശേഷം ഇത് ഏറ്റവും ഭംഗിയായി നടപ്പാക്കിയ രാജ്യം ജപ്പാനാണ്. ഏറ്റവും ഭംഗിയായി വയോജനങ്ങളുടെ ഒരു ജീവിതം തന്നെ മാറ്റിമറിച്ച വിപ്ലവകരമായ ഒരു നടപടിയാണ് ജപ്പാനിലെ ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചത്. നമുക്കിപ്പോൾ എല്ലാം ചെയ്യാനുള്ള പരിമിതികൾ നമുക്കുണ്ട്, എങ്കിലും ആ മോഡൽ കൂടി പരിശോധിക്കും. ലോകത്തോട് മുഴുവൻ ഉറക്കെ വിളിച്ചു പറയാൻ പറ്റണം, ഞങ്ങളാണ് സിവിലൈസ് സൊസൈറ്റി, ഞങ്ങളുടെ പ്രായമായവരെ എങ്ങനെയാണ് നോക്കുന്നത് എന്ന് പറയണം. അതാണ്. അപ്പോൾ ആ 2 ഗ്യാരണ്ടി നടപ്പാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. UDF അധികാരത്തിലെത്തിയാൽ ആശമാരുടെ ആവശ്യത്തിൽ തീരുമാനമെടുക്കുമെന്നും ഓണറേറിയം 21,000 രൂപയാക്കുമെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവായിരിക്കെ വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചിരുന്നത്. 21,000 ആയില്ലെങ്കിലും ഓണറേറിയം 9,000-ൽ നിന്ന് 12,000 രൂപയായി വർദ്ധിപ്പിച്ചു. വർധന ആദ്യഘട്ടം മാത്രമെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഇതോടൊപ്പം അംഗനവാടി ജീവനക്കാർ, പ്രീ പ്രൈമറി ടീച്ചർമാർ, പാചക തൊഴിലാളികൾ എന്നിവരുടെ വേതനവും 1000 രൂപ കൂട്ടി. ഞാൻ തന്നെ ആശാ വർക്കർമാരുടെ പന്തലിൽ പോയി സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പും സമരം അവസാനിപ്പിച്ച ദിവസം വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ക്യാബിനറ്റിൽ അവർക്ക് 3000 രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുക. അംഗൻവാടി ജീവനക്കാരുടെ വർക്കർമാർ, ഹെൽപ്പർമാർ, അവരുടെ കാര്യം മറന്നുപോയിട്ടില്ല എന്നവരെ ഓർപ്പിക്കാൻ കൂടി വലിയ തുകയെന്നല്ല 1000 രൂപ അവരുടെ വരുമാനത്തിൽ വർദ്ധിപ്പിക്കുക. പിന്നെ സംസ്ഥാനത്തെ പാചക തൊഴിലാളികളുടെ വേതനം വളരെ മോശമാണ്. അവർക്കും അതുപോലെ തന്നെ 1000 രൂപ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ജോലി ചെയ്തു വരുന്ന പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും ഓണറേറിയം അതും 1000 രൂപ കൂട്ടിയിട്ടുണ്ട്. നവകേരള സദസ്സിനിടെയുണ്ടായ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ പുനരന്വേഷണം നടത്താനാണ് തീരുമാനം. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർക്കെതിരായ അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിക്കും. 15/12/2023 ഈ നവകേരള സദസ്സിന്റെ പരിപാടിയുടെ ഭാഗമായി അന്നത്തെ മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലയിൽ എത്തിയപ്പോൾ റോഡരികിൽ പ്രതിഷേധം നടത്തിയ 2 പേർക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവം കേരളത്തെ നടുക്കിയൊരു സംഭവം ഉണ്ടായിരുന്നു. ഒന്നും മറക്കാൻ പറ്റുന്നില്ല. അതിൽ അല്ലേ നമ്മളതിൻ്റെ രാഷ്ട്രീയ പ്രതികാരത്തിനൊന്നും അല്ല പോകുന്നത്. കോടതി ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ നടത്തണ്ടേ? നിയമപരമായ ഇതല്ലേ. അതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കേസ് അന്വേഷിക്കും. മുതിർന്ന അംഗവും അമ്പലപ്പുഴ MLA-യുമായ G. സുധാകരനാണ് പ്രോടൈം സ്പീക്കർ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.